ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പാഠം 1 തുജ്കോ പ്രണാം. हम सभी भारतवासियों का सिर एक साथ किसके आगे झुकता है? किसकी रक्षा के लिए हम एकजुट होकर दुश्मन से टकरा जाता है? തുജ്കോ പ്രണാം എന്നുവെച്ചാൽ എന്താണ്? തുജ്കോ എന്നുവെച്ചാൽ എന്താണ്? നിങ്ങൾക്ക് അല്ലെങ്കിൽ നിനക്ക്. പ്രണാം എന്ന് വെച്ചാൽ എന്താണ്? പ്രണാമം അല്ലെങ്കിൽ വന്ദനം അല്ലെങ്കിൽ നമസ്കാരം. ഹം സഭി ഭാരത്വാസിയോ കാ സിർ. ഹം എന്നുവെച്ചാൽ നമ്മൾ, സഭി എന്നുവെച്ചാൽ എല്ലാവരും, ഭാരത്വാസിയോ എന്നുവെച്ചാൽ നമ്മളെല്ലാം ഭാരതീയരും, എല്ലാം ഇന്ത്യൻസും, കാ സിർ എന്നുവെച്ചാൽ തല. ഏക് സാത്ത് കിസ്കെ ആകെ ജുക്ത ഹെ, ഒരുമിച്ച് ആരുടെ മുമ്പിൽ തല കുനിക്കുന്നു. അത് ഏക് സാത്ത് എന്ന് വെച്ചാൽ ഒരുമിച്ച്, കിസ്കെ ആരുടെ, ആകെ മുമ്പിൽ, ജുക്ത എന്നുവെച്ചാൽ തല കുനിക്കുന്നു, ജുക്ത എന്ന് വെച്ചാൽ കുനിയുക, ജുക്ത ഹെ എന്നുവെച്ചാൽ നമ്മൾ ആരുടെ മുമ്പിലാണ് തല കുനിക്കുന്നത്? നമ്മുടെ ദേശീയ ഫ്ലാഗിന് മുമ്പിൽ, നാഷണൽ ഫ്ലാഗിൻ്റെ മുമ്പിലാണ് നമ്മൾ തല കുനിക്കുന്നത്. കിസ്കി രക്ഷ കെ ലിയ ഹം ഏക്ജൂട്ട് ഹോക്കർ. കിസ്കി എന്ന് വെച്ചാൽ ആരുടെ, രക്ഷ എന്ന് വെച്ചാൽ രക്ഷയ്ക്ക് അല്ലെങ്കിൽ സംരക്ഷണത്തിന്, കെ ലിയ ഹം ഏക്ജൂട്ട് എന്ന് വെച്ചാൽ ഒരുമിച്ച്, ഹോക്കർ ദുഷ്മൻ സെ ടക്കരാ ജാത്ത ഹെ. ദുഷ്മൻ എന്ന് വെച്ചാൽ ശത്രു, സെ ടക്കരാ ജാത്ത, ടക്കറ എന്ന് വെച്ചാൽ ക്ലാഷസ് അല്ലെങ്കിൽ പോരാടുന്നത്. ഇനി നമുക്ക് താഴോട്ട് നോക്കാം. പ്രണാം കർണേ കാ തരീക്ക. പ്രണാം കർണേ കാ തരീക്ക. പ്രണാം വെച്ചാൽ നമസ്കാരം ചെയ്യേണ്ട രീതികൾ, കർണേ ചെയ്യേണ്ട, തരീക്ക രീതികൾ. പ്രണാമം ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണെന്ന് നോക്കിക്കുക, ചിത്രത്തിൽ നോക്കിക്കുക. നമസ്തേ കർണ, കൈകൂപ്പി വണങ്ങുക, നമസ്കാരം ചെയ്യുക, കൈകൂപ്പി നമസ്കാരം ചെയ്യുക. ചിത്രത്തിൽ നോക്കുക. അടുത്ത ചിത്രത്തിൽ നോക്ക്, രണ്ടുപേർ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നുണ്ട്, കൈ കൊടുക്കുന്നുണ്ട്, ഹാത്ത് മിലാന. ഇങ്ങനെ നമുക്ക് നമസ്കാരം ചെയ്യാം. ഏക് ദൂസറേ സാമനെ ജുക്ന, രണ്ടുപേരിങ്ങനെ തല കുനിച്ച് നിൽക്കുന്ന കണ്ടോ, അതാണ് ഏക് ദൂസറേ സെ ജുക്ന. അതായത് രണ്ടുപേരും പരസ്പരം തല കുനിച്ചു നമസ്കാരം ചെയ്യുന്നു. മൂന്നാമത് ആർമി മെൻ കണ്ടോ, സോൾജിയർ സല്യൂട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടോ, സൈനിക് ദ്വാര പ്രണാം കർണ, അതായത് സൈനികർ പ്രണാം ചെയ്യുന്ന രീതി. നമുക്ക് രണ്ടാമതൊന്ന് നോക്കിയാലോ. നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ കൈ കൂപ്പുന്നത് നമസ്തേ കർണ, അതായത് കൈ കൂപ്പി വന്ദിക്കുക. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കി രണ്ടുപേരും ഹാൻഡ് ഷേക്ക് ചെയ്ത് നിൽക്കുന്നത് ഹാത്ത് മിലാന, കൈ കൊടുക്കുക അല്ലെങ്കിൽ ഹസ്തദാനം ചെയ്യുക. മൂന്നാമത്തെ ചിത്രം നോക്കി രണ്ടുപേരും തല കുനിച്ച് നിൽക്കുന്നത് ഏക് ദൂസറേ സാമനെ ജുക്ന, രണ്ടുപേരും പരസ്പരം തല കുനിച്ച് വണങ്ങുന്നത്. നാലാമത്തെ ചിത്രം നോക്കുക, സൈനിക് ദ്വാര പ്രണാം കർണ, സൈനികർ പ്രണാം ചെയ്യുന്ന രീതി, അതായത് സല്യൂട്ട് അടിച്ച് പ്രണാം ചെയ്യുന്ന രീതി, അതായത് സല്യൂട്ട് അടിച്ച് അവർ റെസ്പെക്റ്റ് കാണിക്കുന്നു. നമുക്കിനിയിപ്പോൾ അടുത്ത കവിതയിലോട്ട് അങ്ങ് പോകാം കേട്ടോ. കവിത വായിച്ച് തുടങ്ങാം. ആദ്യം നമുക്ക് വായിക്കാം, അതിനുശേഷം നമുക്ക് അതിൻ്റെ മീനിങ്സൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ വായിച്ച് തുടങ്ങുകയാണ്. ഹേ ഭാരത് മാ, ഹേ ഭാരത് മാ തുജ്കോ പ്രണാം, ശത് ശത് ബാർ തുझे प्रणाम. चरणों में सागर रहा डोल, गिरी करते नव से मेल जोल. बहती रहती है मधु समीर, नदियाँ है बहने को अधीर. यह क्रम चलता ही रहता है हर सुबह दोपहर और शाम. हे भारत माँ तुझको प्रणाम. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥങ്ങളൂടെ നോക്കാം കേട്ടോ, മലയാളത്തിൽ കേട്ടോ. ഹേ ഭാരത് മാ തുജ്കോ പ്രണാം. ഹേ ഭാരത് മാ അതായത് ഹേ ഭാരത മാതാവേ, തുജ്കോ പ്രണാം നിനക്ക് പ്രണാമം. ശത് ശത് ബാർ തുझे പ്രണാം. ശത് ശത് ബാർ എന്ന് വെച്ചാൽ 100 വട്ടം. ശത് ശത് എന്ന് വെച്ചാൽ 100. ശത് ശത് ബാർ തുझे പ്രണാം, 100 വട്ടം നിനക്ക് പ്രണാമം. ചരണോമേ സാഗർ രഹാ ഡോൾ. ചരണോമേ എന്ന് വെച്ചാൽ, ചരണം എന്ന് വെച്ചാൽ പാദം, സാഗർ എന്ന് വെച്ചാൽ ഓഷ്യൻ, രഹാ ഡോൾ, ഡോൾ എന്ന് വെച്ചാൽ സ്വിങ്. അപ്പോൾ ചരണോമേ സാഗർ രഹാ ഡോൾ, പാദങ്ങളിൽ സമുദ്രം ഇളകിയാടുന്നു. ചരണോമേ സാഗർ രഹാ ഡോൾ. ഗിരി കർത്തെ നവ്സെ മേൽ ജോൾ. ഗിരി, ഗിരി എന്ന് വെച്ചാൽ മൗണ്ടൻ, അതായത് മൗണ്ടൻ. നവ് എന്ന് വെച്ചാൽ സ്കൈ, ആകാശം.
മേൽജോൽ എന്ന് പറയുമ്പോൾ സല്ലപിക്കുക, ഇൻട്രാക്ഷൻ നടത്തുക, അത് സല്ലപിക്കുക. ഗിരി കർത്തെ നവ്സെ മേൽജോൽ വെച്ചാൽ എന്താണ്? പർവ്വതങ്ങൾ അല്ലെങ്കിൽ മൗണ്ടൻസ് ആകാശത്തോട് സ്കൈയോട് സല്ലപിക്കുന്നു. അതായത് മൗണ്ടൻസ് സ്കൈയോട് സല്ലപിക്കുന്നു. മൗണ്ടൻസ് ആകാശത്തോട് സല്ലപിക്കുന്നു. ബഹത്തി രത്തി ഹേ മധുർ സമീർ. ബഹത്തി എന്ന് വെച്ചാൽ എന്താണ്? ബ്ലോയിങ്. രത്തി ബഹത്തി രത്തി ഹേ മധുർ സമീർ. മധുർ എന്ന് വെച്ചാൽ പ്ലസന്റ്, സമീർ എന്ന് വെച്ചാൽ കാറ്റ്. ബഹത്തി രത്തി ഹേ മധുർ സമീർ, അതായത് മധുരമുള്ള സുഗന്ധവാഹിനിയായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. നദിയാ ഹേ ബഹനെ കോ അധീർ. നദിയാ ഹേ ബഹനെ കോ അധീർ. നദിയ എന്ന് വെച്ചാൽ എന്താണ്? റിവർ. ബഹനെ എന്ന് വെച്ചാൽ ഫ്ലോ. അധീർ എന്ന് വെച്ചാൽ വെമ്പൽ കൊള്ളുക, അല്ലെ ഇംപേഷ്യൻ്റ്, വെമ്പൽ കൊള്ളുക. നദിയാ ഹേ ബഹനെ കോ അധീർ വെച്ചാൽ നദികൾ ഒഴുകാൻ വെമ്പൽ കൊള്ളുന്നു. യേ ക്രം ചൽത്താ ഹി രഹത്താ ഹെ. അത് യഹ് എന്ന് വെച്ചാൽ ഇത്, ക്രമം എന്ന് വെച്ചാൽ ഈ ക്രമം, അതായത് സീക്വൻസ്. ചൽത്താ ഹി രഹത്താ ഹെ നടന്നുകൊണ്ടേയിരിക്കുന്നു. യേ ക്രം ചൽത്താ ഹി രഹത്താ ഹെ ഈ ക്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഹർ സുബഹ് ദോപഹർ ഔർ ഷാം എന്നും രാവിലെ. സുബഹ് എന്ന് വെച്ചാൽ രാവിലെ, ദോപഹർ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക്, ഔർ ഷാം ഷാം എന്ന് വെച്ചാൽ വൈകുന്നേരം. ഹേ ഭാരത് മാ തുജ്കോ പ്രണാം. ഹേ ഭാരത മാതാവേ നിനക്ക് പ്രണാമം. ഹേ ഭാരത് മാ, ഹേ ഭാരത മാതാവ്, തുജ്കോ നിനക്ക് പ്രണാം, നിനക്ക് പ്രണാമം. ഇനി അടുത്ത ഭാഗം നമുക്ക് വായിച്ചു നോക്കാം. അതിനുശേഷം അതിൻ്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം അടുത്ത ഭാഗം. തേരി जय 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 करे काल, चमके सूरज की तरह भाल, सुनकर तेरे दो अमृत बोल, मानवता आँखें रही खोल, निर्बल जन की सेवा करना, हर भारतवासी का सुखाम, हे भारत माँ तुझे प्रणाम. തേരി ജയ് 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 കരേ കാൽ, അതായത് തേരി എന്ന് വെച്ചാൽ നിൻ്റെ വിജയം, ജയ് വിജയം, കരേ കാൽ കാൽ എന്ന് വെച്ചാൽ കാലം. തേരി ജയ് 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 കരേ കാൽ, കാലം നിൻ്റെ വിജയം ഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ചംകെ സൂരജ് കി തര ഭാൽ, ചംകെ എന്ന് വെച്ചാൽ ഷൈനിങ്, ചംകെ എന്ന് വെച്ചാൽ ഷൈനിങ്, സൂരജ് എന്ന് വെച്ചാൽ സൺ, കി തര ഭാൽ, ഭാൽ എന്ന് വെച്ചാൽ ഫോർഹെഡ്. ചംകെ സൂരജ് കി തര ഭാൽ, നെറ്റിത്തടം സൂര്യനെ പോലെ തിളങ്ങുന്നു. അതായത് ഭാൽ എന്ന് വെച്ചാൽ ഫോർഹെഡ്, നെറ്റി കേട്ടോ. ചംകെ സൂരജ് കി തര ഭാൽ, നെറ്റിത്തടം സൂര്യനെ പോലെ തിളങ്ങുന്നു. സുൻകർ തെരെ ദോ അമൃത് ബോൾ, സുൻകർ തെരെ ദോ അമൃത് ബോൾ, സുൻകർ എന്ന് വെച്ചാൽ കേട്ടതിന് ശേഷം, തെരെ ദോ അമൃത്, അമൃത് എന്ന് വെച്ചാൽ, അമൃത് എന്ന് വെച്ചാൽ മധുരമുള്ള അല്ലെ പ്ലഷർ, കവിതയിൽ പറയുന്നത് കേട്ടോ. ബോൾ എന്ന് വെച്ചാൽ ടോക്ക്. സുൻകർ തെരെ ദോ അമൃത് ബോൾ, അതായത് നിൻ്റെ മധുരവചനങ്ങൾ കേട്ട്. മാനവത ആഖ രഹേ ഖോൽ, മാനവത എന്ന് വെച്ചാൽ മനുഷ്യത്വം, മാനവത എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റി, ആഖ എന്ന് വെച്ചാൽ ഐസ്, രഹി ഖോൽ, ഖോൽ എന്ന് വെച്ചാൽ തുറക്കുക, ഓപ്പൺ, മനുഷ്യത്വം കണ്ണ് തുറക്കുന്നു. മാനവത ആഖ ആഖെ രഹി ഖോൽ ഖോൽ. നിർബൽ ജൻ കി സേവ കർണ, നിർബൽ എന്ന് വെച്ചാൽ നിർധരരായ, നിർബൽ കേട്ടോ. സേവ, സേവ എന്ന് വെച്ചാൽ നമ്മുടെ സേവനം, സേവനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സർവീസ്, കർണ ചെയ്യുക. നിർബൽ ജൻ കി സേവ കർണ, നിർധനരായ ജനങ്ങളെ സേവിക്കുക. ഹർ ഭാരത്വാസി കാ, ഹർ ഭാരത്വാസി കാ സുഖാം, ഹർ ഭാരത്വാസി കാ സുഖാം, എല്ലാ ഭാരതീയരുടെയും ഗുഡ് ഡീഡ്, ഒരു ലക്ഷ്യം, എല്ലാ ഭാരതീയരുടെയും ലക്ഷ്യം, ഓരോ ഭാരതീയരുടെയും. ഹർ ഭാരത്വാസി, ഹർ എന്ന് വെച്ചാൽ ഓരോ, ഹർ ഭാരത്വാസി കാ സുഖാം. ഹേ ഭാരത് മാ തുജ്കോ പ്രണാം, ഹേ ഭാരത മാതാവേ നിനക്ക് പ്രണാമം.
ഹേ ഭാരത മാതാവേ നിനക്ക് പ്രണാമം. പിന്നെ ഈ കവിത എഴുതിയത് ആരാണ്? ഡോക്ടർ അജയ് പ്രസൂൺ. ഈ കവിത ആരാണ് എഴുതിയത്? ഡോക്ടർ അജയ് പ്രസൂൺ. പിന്നെ കവിത നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ബാക്ക് പേജിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സിൻ്റെ മീനിങ്സ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഈ വീഡിയോ കാണുന്നവർ അതൊക്കെ കവിത കേട്ടതിന് ശേഷം ഈ മീനിങ്സ് കൂടെ ഒന്ന് നോക്കുക. ആക്ച്വലി ഇത് ആദ്യമേ നോക്കേണ്ടതായിരുന്നു. ആദ്യം ഇത് നോക്കിയിട്ട് വേണമായിരുന്നു നമ്മൾ കവിത ചൊല്ലാൻ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി മനസ്സിലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് കണ്ടത് വായിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടിപ്പോൾ. പ്രണാം എന്ന് വെച്ചാൽ നമൻ, ഗ്രീറ്റിങ്സ്. ചരൺ എന്ന് വെച്ചാൽ പേർ, ഫീറ്റ് അല്ലെ പാദം. ഗിരിക്ക് ഹിന്ദിയിൽ വേറെ വേർഡുണ്ട്, പർവ്വത് അല്ലെങ്കിൽ മൗണ്ടൻ. മധുർ എന്ന് വെച്ചാൽ പ്ലസൻറ്റ്, ആനന്ദായി കേട്ടോ. മധുർ എന്ന് വെച്ചാൽ ആനന്ദായി. നദി എന്ന് വെച്ചാൽ നദിക്ക് വേറൊരു പേരുണ്ട്, സരിത അല്ലെങ്കിൽ റിവർ, സരിത കേട്ടോ. കാൽ എന്ന് വെച്ചാൽ കാലം അല്ലെങ്കിൽ സമയം, അതിന് സമയ് ഓർ ടൈം. അമൃത് എന്ന് വെച്ചാൽ സുഖദ് അല്ലെങ്കിൽ പ്ലഷറബിൾ. മാനവത ഹിന്ദിയിൽ വേറെ വേർഡുണ്ട്, ഇൻസാനിയത്ത്, ഹ്യൂമാനിറ്റി. ജൻ എന്ന് വെച്ചാൽ ജനത, പീപ്പിൾ, ജനങ്ങൾ കേട്ടോ. ജനത. മാത എന്ന് വെച്ചാൽ മദർ. സാഗർ എന്ന് സമുദ്രം അല്ല ഓഷ്യൻ, സീ. നവ് എന്ന് വെച്ചാൽ ആകാശം, സ്കൈ. സമീർ എന്ന് വെച്ചാൽ ഹവ എന്ന് വെച്ചാൽ അതായത് വിൻഡ് കേട്ടോ. അധീർ ജിസ്മെ ധൈര്യ നാ ഹോ, അതായത് ഇംപേഷ്യൻ്റ് ആയിട്ടുള്ള ആൾ. ജിസ്മെ ധൈര്യ നാ ഹോ. ഭാൽ മസ്തക്, ഫോർഹെഡ്. മസ്തക് എന്ന് വെച്ചാൽ ഫോർഹെഡ്. ബോൽ വചൻ, വോയിസ്. ബോളിന് വേറെ ഹിന്ദി വാക്കാണ് വചൻ, വോയിസ്. നിർബൽ എന്ന് വെച്ചാൽ കംജോർ, വീക്കായിട്ടുള്ള ആൾക്കാർ. വീക്കായിട്ടുള്ള ആൾക്കാരെ പറയുന്നത് കംജോർ, നിർബൽ കേട്ടോ. സുഖാം അച്ഛ കാര്യം അല്ലെ ഗുഡ് വർക്ക് കേട്ടോ. സുഖാം എന്ന് വെച്ചാൽ അച്ഛ കാര്യം, നല്ല കാര്യം, നല്ല വർക്ക്, ഗുഡ് വർക്ക്. ഓക്കെ. ഇതോടെ മധുകിരണിലെ ക്ലാസ് 6 തുച്ച്കോ പ്രണാം എന്ന ലെസൺ 1 പറഞ്ഞു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും നോട്ട്സിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സും കൂടെ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് വീക്ക് നോട്ട്സും കൂടെ ഇടാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും പരമാവധി വായിച്ച് നോക്കുക, പഠിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബേഴ്സ് ആവശ്യമാണ് നമുക്ക്.